ആൻ്റണിയുടെ കാര്യം ആൻ്റണി അവിടെ ആ മനുഷ്യനെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരെയും അറിയില്ല. ഈ നാട്ടിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള ആളുകളോടൊപ്പം അയാളുടെ സഹവാസം, അതാണ് അയാളുടെ കുഴപ്പം. ഈ പ്രകോപനമൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആൻ്റണിക്കെതിരെയുള്ള തെളിവുകൾ അങ്ങ് പുറത്തുവിട്ടാൽ പോരെ? അതൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. സോണിയാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് കോൺഗ്രസിന്, KPC പ്രസിഡന്റ് എന്ന ഒരാളുണ്ട്, അവർക്കൊക്കെ കൊടുക്കും, ഒരു സംശയം വേണ്ട. അത് മുഖ്യമന്ത്രി അറിയും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തീരെ പാവമൊന്നുമില്ല ഉമ്മൻചാണ്ടി. പലരും വിചാരിക്കും ഉമ്മൻചാണ്ടി എന്ന പാവം. എപ്പോഴും പറയും, നിങ്ങൾ എഴുതിയിട്ടോ, കേരള രാഷ്ട്രീയത്തിലെ കടുംപിടുത്തക്കാരൻ, ഒരു തീരുമാനമെടുത്താൽ ചത്താൽ മാറുകയില്ലാത്തവരുമായ ഏക രാഷ്ട്രീയക്കാരൻ ഉമ്മൻചാണ്ടിയാണ്. അതൊക്കെ നല്ല ഗുണങ്ങളല്ലേ? അല്ല, നല്ല ഗുണമല്ല. ചോദിച്ചിട്ടില്ല, അവർക്കറിയാമല്ലോ, അവർ അറിഞ്ഞോണ്ടല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് ചോദിക്കേണ്ട കാര്യം. പക്ഷെ എന്തായാലും KPCC പ്രസിഡന്റും ഐ ഗ്രൂപ്പിലെ വലിയൊരു വിഭാഗം PC ജോർജിന് ഉറച്ച പിന്തുണ കൊടുത്തായിരുന്നു. ഞാൻ അയ്യോ അല്ല എയ്യോ അല്ല, പക്ഷേ ശരി എന്ന് പറഞ്ഞതിനെ പറ്റി എനിക്കൊരു കാഴ്ചപ്പാട്. അതാ പറഞ്ഞ ചില ഉപഗ്രഹങ്ങളുള്ളെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് ഉപഗ്രഹങ്ങളുമാണ് ഇത് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പിന്നെയും പറയിച്ച് ഉമ്മൻചാണ്ടിയുടെ പേര് പറയിക്കാൻ ബുദ്ധിമുട്ടാതെ. അങ്ങനല്ലേ? ഞാനത് പറയുന്നില്ലെന്ന് പറഞ്ഞു. പറയുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറയുന്നില്ല. ഒരാഴ്ച കൂടെ തരിക, അത് കഴിഞ്ഞ് പറയാം. എയറൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ, അത് കഴിഞ്ഞ് പറയാം. തെളിവുകൾ പുറത്ത് പറയാൻ വേണ്ടി ഇതുവരെ പറഞ്ഞില്ല, ഇതും ഉണ്ടയില്ല വെടിയാണെന്നുള്ളതാണ്. ഉണ്ടയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ടയുള്ള വെടിയാണ്, അല്ല ഉണ്ടയില്ലാതെ വെടി വെച്ചിട്ട്. ഇത് എപ്പോൾ വെക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അത് നമുക്ക് നോക്കാം, സമയം സംഭവാമി യുഗേ. വളരെ നന്ദി PC ജോർജ്. താങ്ക് യു. ദിവസം ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഹിറ്റായിരിക്കുന്നത് താങ്കളുടെ ഒരു വീഡിയോയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിൽ ചേർന്ന് താങ്കൾ പച്ചത്തെറി പറയുന്നത്. പച്ചയല്ല, ഡബിൾ പച്ചത്തെറി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള ആളാണ് താങ്കൾ, വളരെ സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇത്തരം വാചകങ്ങളാണോ, ഇത്തരം ഭാഷയാണോ ഉപയോഗിക്കേണ്ടത്? ആ ഭാഷ പോരെന്ന എൻ്റെ അഭിപ്രായം. ഇന്ന് ആലോചിച്ച യൂണിവേഴ്സായി നാട്ടിൽ കരണ്ടില്ല, സ്ഥിരം വൈദ്യുതി മുടക്കം, ഉദ്യോഗസ്ഥന്മാർ 10-30 ശമ്പളം പറ്റുന്നവനൊക്കെ കള്ള് കുടിച്ച് ഓഫീസിൽ കിടന്നുറങ്ങുക, അടിക്കണം അവനെയൊക്കെ. അറിയാമോ ഈ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും? അവനെ സ്ഥലം മാറ്റിയിടാൻ എന്നാ കാര്യം? സ്ഥലം മാറ്റി അവിടെ പോയി അടുത്തടുത്ത് പോയി ഇത് ചെയ്യും. അവന് യൂണിയനുണ്ട്, യൂണിയന് മുഴുപ്പം കാണിച്ച് ഇവരെ ജനങ്ങളെ കൊണ്ട് കയറ്റി അടുപ്പിക്കണം. ജനം അടുപ്പിച്ച് കേസ് പ്രതിയാ എല്ലാം. പിന്നെ ജനം അല്ല, പക്ഷേ ആണെങ്കിൽ എന്ത് തോന്നിയാസം ചെയ്യാവോ? ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ജനങ്ങൾ ശരി വേണം, നമ്മൾ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും തെറ്റുന്നെന്ന് ചോദിക്കുന്നത്. ഗവൺമെന്റിൽ തന്നെ ഇത്രയും ഉന്നത പദവി വഹിക്കുന്ന താങ്കൾ നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. നിയമവാഴ്ച ചോദ്യം ചെയ്തില്ലല്ലോ. നിയമവാഴ്ചയാണ്, ഇത് നിയമത്തിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? 2 ചീത്ത വിളിച്ചിരിക്കുന്ന നിയമം. ഇത് ഞാൻ ചീഫ് വിപ്പ് ആകുന്നതിന് മുമ്പാണ്. ചീഫ് വിപ്പ് ആയി കഴിഞ്ഞാൽ അത് കൂടി ചീത്തൊന്നും ആരെയും വിളിച്ചില്ല, പേടിക്കണ്ട. PC ജോർജിനെ കുറിച്ച് എന്തല്ലവാ കേട്ടിരിക്കുന്നത്? പോലീസ് നോക്കി നിൽക്കെ ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രകടനക്കാർക്കെതിരെ താങ്കൾ പിസ്റ്റൾ എടുക്കുന്നു, അരുവിത്തറ പള്ളിയുടെ മതില് താങ്കൾ പൊളിക്കുന്നു, അതുപോലെ ഏനാത്ത് പാലത്തിലൂടെ വന്ന ലോറി താങ്കൾ തടയുന്നു. താങ്കൾ ആരാ? രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപി? ഓരോന്ന് പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസിന്റെ യാത്ര വന്നപ്പം പ്രകടനത്തിന് കഴിയാൻ പോലീസ് മുരളിയേക്കാൾ കൂടുതൽ കരുണാകരനെ ബഹുമാനിക്കുന്നവരെ അത് ജനത അറിയില്ല. കരുണാകരനെ മുരളി ബഹുമാനിക്കുന്നത് എങ്ങനെ നമ്മൾ കണ്ടതാണ്. ഞാൻ മുരളിയേക്കാൾ കൂടുതൽ കരുണാകരനെ ബഹുമാനിക്കുന്ന ആളാണ്, ഒരു സംശയം വേണ്ട കേട്ടോ. അതുകൊണ്ട് ഇങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാകില്ല. പിന്നെ മുരളി കീറിക്കളയുന്നു, വലിച്ച് കയറണ്ട, വലിക്കാതെ കീറിയാൽ മതി. പിന്നെ എൻ്റെ വിപ്പ് കൊടുത്തില്ല, എനിക്കെൻ്റെ സൂക്കടാന്നറിയില്ലേ വിപ്പ് കൊടുക്കാൻ. കോൺഗ്രസ്സുകാരും വിപ്പം കൊടുത്തോണ്ടാൽ മതി, എനിക്ക് വിപ്പ് കൊടുക്കാൻ നേരമില്ല. പ്രശ്നം തുറന്നിട്ട് ഓരോ സൂക്കടായിട്ട് ഓരോന്ന് ഇറങ്ങിക്കൂടുക രാവിലെ വല്ല അർത്ഥമുണ്ടോ? ചുമ്മാ നമ്മളെ പേടിപ്പിക്കരുത്. ഞാനൊരു പാവമാണെന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ് ഞാനൊരു പാവമാണ്? പേടിപ്പിച്ച് ഞാൻ പേടിച്ചെങ്ങാനും വീണു പോയി തന്നെ ചെയ്യും. വീഴിക്കരുതെന്ന് വെച്ചാൽ ഈ മൂലം കൂടെ ഒന്ന് നടന്നോട്ടെ. അത് വലിയ ചക്കത വരുന്നില്ലേ? ആ ശരീരം മുഴുവൻ വീണു അതിനകത്ത്. ചക്കത എന്തൊട്ട് ചക്കതം? ന്യായമോ സത്യമല്ല വേണ്ടേ പറയാൻ? ഞാൻ ബി ജെ പിയുടെ പരിപാടി ഒരാളായും എങ്ങും തൊടാതെ സംസാരിക്കുന്ന ഒരാളായും എന്തുകൊണ്ട് മാറുന്നു? പ്രകാശേ, ഇതിനോട് വഴക്കുണ്ടാക്കണം. എനിക്ക് വലിയൊരു കാഴ്ചപ്പാടുണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കർഷകൻ്റെ, ആ കർഷകൻ മാത്രം പോരല്ലോ. കർഷകൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും അവസാനിപ്പിക്കാറായി പട്ടയം കൊടുക്കണം. നീ അറിഞ്ഞിട്ടാ വന്നത്? നീ കള്ളു കുടിച്ചു കൊടുക്കാൻ നീ അറിഞ്ഞു, മനസ്സിലായോ? 5 മിനിറ്റ് എനിക്ക് അറിഞ്ഞില്ല. പൂറി പോലെ നിന്റെ ജീവിതത്തിൽ നീ ശമ്പളം പറ്റിയോ ചോദിച്ചോ? ഞാൻ പറഞ്ഞു നീ ഓർത്തു.
കള്ളത്തായോടൊക്കെ എടാ എന്ത് കരണ്ട് വിട്ടു കൊടുക്കുന്നേ? നീ എവിടുത്തെ കാരണമേ അറിയണ്ട. ഈ പൂർവ്വ നടക്കല്ലേ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ കരണ്ടുണ്ടാവും? കിടക്കല്ലേ പൂർവ്വമില്ല. ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന്. ഞാൻ ആദ്യമായി ഈ കോണത്തിക്കാരുന്ന എന്നെ ഓർത്തു. ഈ കരകാരുകാരോട് നിങ്ങൾ ബാക്കി പറയുന്നില്ലേ? മനസ്സിലായി? ഇതൊക്കെ എന്റെ മുമ്പാണ് നമ്മളെ പഠിക്കുന്നത് പൂർവ്വമൊക്കെ. ഞാനിപ്പോ പോയിട്ട് വന്നാ നിൽക്കുന്നില്ല നോക്കിട്ട് നിൽക്കുന്നത് ചെയ്യണ്ട. ഈ പൂർവ്വമൊക്കെ ഞങ്ങൾ കണ്ടില്ലാണ്ടിട്ട് വന്ന് പുള്ളിനെ കൊണ്ട് എവിടെ പോയി നോക്കി. അവന് അത്ര മര്യാദ കാണിച്ചല്ലോ. കിടന്ന് ഉറങ്ങല്ലേ? കറണ്ടില്ല, കറണ്ട് കൊടുക്കണേ മനുഷ്യന്. ഇതൊക്കെ മനുഷ്യനാണോ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നത്? തെറ്റയില് എങ്ങനെ പറയുക? തെറ്റിൽ വേറൊന്നും കാണിച്ചില്ല. കാണിച്ചതെല്ലാം TV നിങ്ങൾ കണ്ടല്ലേ? എനിക്ക് ചിരി വന്നത് ചന്തിയുടെ ആട്ടമാണ്. ഞാന് അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നതുകൊണ്ട് ബാക്കി പറയുന്നില്ല. ആ പെണ്ണുമ്പിള്ളയും കണക്കാണെന്നുള്ളതാണ് ഇതിനൊക്കെ വലിയ രസം. ഒളിച്ചു വെക്കുന്നില്ല. നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകൻ തന്തയ്ക്ക് പറക്കാത്ത എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞേക്കാം. മനസ്സിലായോ? നിങ്ങൾ അങ്ങ് നിശ്ചയിച്ചോ ഞാൻ പറയുന്നത് ശരിയാന്ന്? നിങ്ങളത് വിശ്വസിച്ചോട് വർത്തമാനം പറയാം മിസ്റ്റർ. നിങ്ങൾ കാര്യം അന്വേഷിക്കുന്നത് മാധ്യമപ്രവർത്തകനല്ലേ? സത്യം എന്താണെന്ന് പഠിക്കണ്ടേ? ഏലാനെ പോലെ ഒരു വിവരദോഷിയും മണ്ടത്തരം പറഞ്ഞാൽ അതുപോലെ ശരിയാന്ന് പറയാൻ നിങ്ങൾക്ക് എന്റെ അവകാശം. എന്റെ LDF-ഉം LDF അല്ല CPM വഴി നിങ്ങളെ തടയുകയും തെളിവ് പറയുകയും ചെയ്ത സമയത്ത് ഞാൻ CPM ചേരാൻ 3 MLA-മാരോട് ഇന്ന് നിങ്ങളല്ല ലോകത്തെ ബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കുവോ? ഈ ജയരാജന്റെ പേരെടുത്തും പറയൂ. അയാൾ പറയുന്നത് കേട്ടറിയുമ്പോഴേ നുണയാ പറയുന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ വസ്തുത, ആരുടെ വസ്തുത? അതൊക്കെ സ്വന്തം അനുഭവം വെച്ച് ഓരോരുത്തർ ഓരോ ഓളത്തരം പറഞ്ഞ് അതിനൊക്കെ മറുപടി എന്നോട് ചോദിക്കാം. മനസ്സിലായോ? അത് തന്നെ കൊടുത്തോ, ഈ വിരോധമൊന്നുമില്ല. സ്വന്തം അനുഭവം ഉളത്തരത്തിന് മറുപടിയില്ല. സ്വന്തം അനുഭവം. പട്ടിണി കിടന്ന പുള്ളി വളർന്നതെന്ന് പറയും. ഞാൻ അങ്ങനെ പട്ടിണി കിടന്ന് വളർന്നതാണ്. നല്ല സമ്പന്നമായി ജീവിതം നയിച്ചാൽ വളർന്നു വന്നത്. ഞാൻ പട്ടിണി കിടന്നവനല്ല. പട്ടിണിയേ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. അതൊക്കെ എൻ്റെ അപ്പൻ്റെ സ്ഥലമാണ് കാണുന്നത്. അപ്പുറം മനസ്സിലായില്ലേ? ആ സ്ഥലം ഈരാനിയുടെ പഞ്ചായത്ത് 9 ഏക്കറാണ്. വേറെ ആർക്കുമില്ല 9 ഏക്കർ ഈരാനിയുടെ പഞ്ചായത്ത്. എൻ്റെ അപ്പൻ്റെതാണ്. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ പട്ടിണി കിടന്നവൻ സുഖലോലുപനായി വളർന്നവനാണ്. പക്ഷേ പാവപ്പെട്ട വേദന കണ്ടപ്പോൾ എനിക്കുണ്ടായ മാനസിക മാറ്റമാണ് എൻ്റെ വിപ്ലവം. ഇത് പട്ടിണി കിടന്ന് വളർന്നിട്ട് സുഖമായി ഭക്ഷണം കഴിക്കാൻ ഉണ്ടായപ്പോൾ വിപ്ലവമല്ല ഇത്. അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വീണ്ടും താങ്കൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ അവർ വളരെ കേരള രാഷ്ട്രീയത്തില് നമ്മുടെ ബോധമില്ലാതെ പോയി. ശരി, 95 വയസ്സ് കഴിഞ്ഞ ബോധമുണ്ടോ? വീണ്ടും അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് PC ജോർജ്. എനിക്ക് ആ പൊതുസമൂഹത്തെ ഞാൻ പുച്ഛത്തോട് കാണുന്നു. ഒരു DNA ടെസ്റ്റ് താങ്കളോട് നടത്തിക്കോ, നിങ്ങൾ നടത്തി. ആ കൊച്ചു നിയേഷിന്റെ ആയിരിക്കും. നിയേഷിന്റെ DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കാം നമുക്ക്. അതിന് നേരിട്ടൊരു ഉത്തരം പറയാൻ താങ്കൾ തയ്യാറല്ല. തയ്യാറില്ല എന്നുള്ള വർത്താനം പറയണ്ട. ഇങ്ങനെ വൃത്തിയുടെ ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? രണ്ടാമത്തെ വിഷയം. നിങ്ങൾ ആ സ്ത്രീ പറയട്ടെ. DNA ടെസ്റ്റ് വേണമെന്ന് പറയട്ടെ, ഞാൻ തയ്യാറാ. അടുത്ത വിഷയം. എന്തൊരു വലിയ സംഭവം. നിങ്ങളൊക്കെ എത്ര നീചന്മാരാ. ഈ രാജ്യത്ത് രാജ്യം മുഴുവൻ പെണ്ണുപിടിച്ച് കിടക്കുന്ന ഒരു ഒരു യുദ്ധമായിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഈ നിരപരാധിയെ എന്നെ പെണ്ണുപിടുത്തക്കാരനാക്കാൻ നോക്കും. നിങ്ങളുടെ മനസ്സെത്ര മോശമാണ്. ഞാൻ അതിൽ ഇടപെടുന്നില്ല. കാരണം ഞാൻ അങ്ങേരുടെ ചെലവിലല്ല. മനസ്സിലായോ? അങ്ങേരെ എന്റെ ചെലവിൽ വരും. എനിക്കൊരു ബന്ധം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തൊരു പരാതിയുണ്ട്. അത് നേതാവ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞോളാം. മനസ്സിലായോ? ആ പെൺകുട്ടി പറയും. ഒരു മനസാക്ഷി വേണ്ടേ നികേഷ് നിങ്ങൾക്കൊക്കെ? ഒരു കേരളത്തിൽ ഏറ്റവും വലിയൊരു കലാകാരൻ അപകടപ്പെട്ട് കിടക്കുമ്പോ അങ്ങേറെ ഏതാണ്ട് അവിഹിത കൊച്ചുണ്ടെന്ന് പറഞ്ഞ് എന്റെ അടുത്തോട്ട് ഉണ്ടെന്നേ അദ്ദേഹം തന്നെ സമ്മതിക്കുക. അദ്ദേഹം ഇനി അങ്ങനെ പോയി ചോദിക്കുന്നേ. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? അങ്ങയുടെ മകളെ എന്റെ മകൻ കെട്ടിയിട്ട് ഞാൻ കഞ്ചി കൊടുത്തോളാം. ഒരു തന്നെ അവതാരം എനിക്ക് വേണ്ട. ആ പെൺകുട്ടി എന്നോട് ചോദിക്കണമെന്ന്. എനിക്ക് സൗകര്യം. പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് സൗകര്യമില്ല ഒരു ഉത്തരം പറയാൻ. പച്ചക്കല്ല, എനിക്ക് സൗകര്യമില്ല. വളരെ വ്യക്തമായിട്ടല്ലോ. എനിക്ക് സൗകര്യമില്ല. താങ്കളുടെ പേരാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പൊ അതിന്റെ തന്തയോട് ഇത് പറയാൻ പറ.
അതുകൊണ്ട് നിങ്ങൾ ചെയ്യൂടാ. അത് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു എന്ത് ന്യായം? എന്നെ തടയുന്നു PC ജോർജ്. അതിന് തന്തയോട് പോയി പറയാൻ പറ, എന്നോട് പറയരുത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മിണ്ടിയിട്ടില്ല, എന്നോട് വിളിച്ചിട്ടില്ല, എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല, ഞാൻ അറിയില്ല. ഇപ്പം സിനിമയിൽ കൊണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് നടക്കുക. ഞാൻ അന്വേഷിച്ചു ഈ കേസ് ഇത് കേട്ട് കഴിഞ്ഞ് പറഞ്ഞു സിനിമയിലാന്ന്. അതിൻ്റെ ചരിത്രം ഞാൻ പുറത്ത് പറയാതിരിക്കും മര്യാദ കൊണ്ട്. ഒരു പെണ്ണിനെ അപമാനിച്ചെന്ന് പറയും, പെങ്കൊച്ചിനെ, അതുകൊണ്ട് മാത്രം മിണ്ട കിടക്കുക. എനിക്കറിയാം അതുകൊണ്ടൊക്കെ ആയി പേര് ഞാൻ പുറത്ത് പറഞ്ഞെന്ന് ഓർത്തു. മനസ്സിലായോ? എന്തിന് താങ്കൾ തടയേണ്ട കാര്യം എന്താ പറ, എനിക്ക് തന്നെ ആവശ്യം. അല്ല, ആ കുട്ടി അങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ കൂടിപ്പോവും. മര്യാദ കേട്ട വർത്താനം പറഞ്ഞു. ഒരു പ്രാവശ്യം ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറയട്ടെ, എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കത്തയച്ചിട്ടുണ്ടോ? ഇങ്ങനെ തന്തതി ഉണ്ടെന്ന് ഞാനെങ്ങനെ അറിയും? എൻ്റെ മകനൊരു എന്നെ പ്രേമിച്ച് പോയി കെട്ടിയെന്നേ ഉള്ളൂ. അതിനകത്ത് അയാളുടെ വീട്ടിലെ കുടുംബകാര്യം നടത്തുന്നത് എൻ്റെ ജോലിയല്ല. മനസ്സിലായില്ലേ? വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര കടുപ്പിച്ച് വർത്താനം പറയുന്നത്. എൻ്റെ ജോലിയാ. ജയദീസ് പറഞ്ഞ സിനിമയുടെ എവിടെ പോയി പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് അറേഞ്ച്ഡ് മാരേജൊന്നുമല്ല, എൻ്റെ മകൻ പ്രേമിച്ചുകൊണ്ട് കെട്ടിച്ചതാണ്. പക്ഷേ എനിക്ക് സന്തോഷമുള്ളൂ ആ കൊച്ചിനെ പറ്റി. വളരെ മാന്യമായ പെൺകുട്ടിയാണ്. അത് വീട്ടിൽ വന്ന് വളരെ സന്തോഷമാണ് എനിക്ക്. അതിന് അഭിമാനമുള്ളൂ അതിന്. പക്ഷേ ഇങ്ങനെ വൃത്തികൾ പറയരുത്. പക്ഷെ ആ വിഷയത്തിലും താങ്കൾക്കെതിരെ ഒരു ആക്ഷേപമുള്ളത്, താങ്കൾ കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പാർട്ടി ഉണ്ടാക്കിയിരുന്ന സമയത്ത് പാർവതി എന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ മകളെ താങ്കൾ ക്രിസ്ത്യാനിയാക്കിയെന്നാണ്. ശരിയാണ്, ആ കുറ്റം ഞാൻ ഏറ്റു. ഞാൻ ക്രിസ്ത്യാനി, അതുകൊണ്ട് എനിക്ക് സൗകര്യത്തിനാണ്. എന്താ ഇത്ര വലിയ ബഹളം? 2 വാക്കല്ലേ ഉള്ളൂ. എനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ഇന്നതാണ് സംഭവം ഒന്നും വളരെ പരസ്യമായി ഒളിച്ചല്ലോ. കത്ത് രക്തപ്പടി കത്ത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞല്ലേ ഡീൻ കുടിയും കഴിഞ്ഞ എല്ലാം കൂടി ചാടുകല്ലേ, എന്നെ തല്ലും കൊള്ളും വെട്ടും അതൊന്നും പറഞ്ഞ് ഞാൻ പേടിക്കുമോ? അങ്ങനെ പേടിപ്പിക്കാവോ? ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനല്ലേ ഞാൻ? എന്നോടൊരു മര്യാദ കാണിക്കണ്ടേ? കഴിഞ്ഞ ഇത്ര കൊല്ലമായി UDF കൊടുത്ത് നിന്ന് പ്രവർത്തിക്കണ്ടേ ഞാൻ? അപ്പോൾ പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാൻ പോകുന്നത് വരെ വൃത്തികെട്ട വർത്തമാനം കോൺഗ്രസിന്റെ ആളുകൾ പറയാം. ഈ വാഴയ്ക്കോട് ഞാൻ ചോദിക്കട്ടെ, വാഴയ്ക്കയുടെ പാർട്ടിയുടെ പല മാന്യന്മാരെ എന്നെപ്പറ്റി പറഞ്ഞ എത്രയോ വൃത്തികെട്ട കമന്റ് ഉണ്ട്. എന്നെ ഭീകരമായിട്ട് ആക്രമിച്ചില്ലേ ബോംബ് മറുപടിയായിട്ട്. അതിന് ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാത്ത തിരുവനന്തപുരത്തെ നടപടിയുണ്ട്. KPCC ജനറൽ സെക്രട്ടറി എന്നോട് സുഹൃത്ത് വാഴയ്ക്ക എന്നോട് കാണിച്ച മര്യാദയാണ്. വാഴയ്ക്ക എന്തുണ്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ? അതിനെപ്പറ്റി നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. എന്നെ വഴിനീട്ട് തല്ലാം, എന്നെ ചീത്ത വിളിക്കാം, എന്റെ തന്തയ്ക്ക് വിളിക്കാം. PC ജോർജ് മരിച്ചുപോയ ചിലരുടെ ഒപ്പുണ്ടായിരുന്നു എന്നൊരു ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ വ്യാജമായി ഒപ്പിട്ടതിനെ കുറിച്ച് ഇനിയും അന്വേഷണം നടന്നിട്ടില്ല. അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ താങ്കൾ കൂടി പ്രതിപട്ടികയിലാവുമായിരുന്നില്ലേ? എന്റെ വായിൽ തോന്നെ വീഴും കേട്ടോ ചേർക്കാം. വൃത്തിയുടെ വർത്താനം പറഞ്ഞേക്കാം. എന്നെ അറിഞ്ഞോട്ടെ വർത്താനം. പുതിയ ചാനൽ തുടങ്ങിയ ഊളത്തരം പറയുക. PC ജോർജ് അക്കാര്യത്തിലല്ല, അക്കാര്യത്തിൽ താങ്കൾക്ക് അനുകൂലമായ ഒരു നിലപാടല്ലേ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്? വൃത്തിയുടെ വർത്താനം പറയുന്നു. ഏത് ആഭ്യന്തരം എന്നെ ഉണ്ടാക്കുന്നത്? ഞാൻ കൊടുത്ത കത്തെന്ന് പറഞ്ഞ എന്താ? എനിക്ക് നിങ്ങളുടെ ചോദ്യം പിടിച്ചിട്ട് നിങ്ങൾ എന്തൊരു മണ്ടൻ ചോദ്യം ചോദിക്കുന്നേ? മടയത്തരം ചോദിക്കാവോ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നേ. ഈ രാജ്യത്ത് നീതി സത്യം ധർമ്മമൊന്നും ഇല്ലേ? അത് പറഞ്ഞ ഉടനെ അങ്ങ് കുഴപ്പമാവുമോ? ഞാൻ വാഴയ്ക്കോട് ചോദിക്കട്ടെ, വാഴയ്ക്കന് ഒരു കാര്യം, വാഴയ്ക്കൻ ഏറ്റവും അടുത്ത് സുഹൃത്താ, വാഴയ്ക്കന് അത്ര സ്നേഹം എനിക്ക്. അപ്പൊ ഞാൻ ഈ ചീഫ് വിപ്പ് സാർ അങ്ങ് രാജിവെച്ചാൽ ഈ UDF നന്നായിക്കോടുമോ? വാഴയ്ക്കാവുന്ന ഏക്കാവോ? ഉത്തരവാദിത്തം ഇപ്പം അങ്ങ് രാജിച്ചു തരാൻ പോവാ. വാഴയ്ക്കോടൊക്കെ വേറെ ഒന്നും പാർട്ടി ചെയർമാണെങ്കിൽ ഇപ്പം വിളിക്കാൻ ചോദിച്ചോളാം. ഞാനിപ്പോൾ ഇതൊക്കെ രാജിവെച്ച് വാഴയ്ക്കന്റെ കയ്യിലോട്ട് എത്തേക്കാം. വാഴയ്ക്കന് UDF നന്നാവും എന്ന് മാത്രമല്ല, അടുത്ത പാർലമെന്റ് ജനത്തിൽ 20 സീറ്റ് 16 സീറ്റെങ്കിലും ജയിപ്പിക്കുന്ന വാക്ക് തരാമോ? ഇപ്പൊ രാജിവെച്ച് തരാം. തയ്യാറുണ്ടോ? വാഴയ്ക്കോടൊന്ന് ചോദിച്ചാൽ വേഗമാട്ടെ. തന്നെയാണ് ജോർജ് അധിക്ഷേപിച്ചത്. പട്ടികജാതിക്കാരനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇലക്ട്രിസിറ്റിയും ഭരിച്ചിട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ പട്ടികവർഗ വകുപ്പും ഭരിച്ചിട്ടുണ്ട്. അങ്ങേരെ ഇപ്പോഴും വിചാരിച്ച പുള്ളി ഇപ്പോഴും മന്ത്രിയാന്നാണ്. ഏറ്റുന്ന മിസ്റ്റർ ഗണേഷ് എന്നൊക്കെ വിളിക്കുക. അവൻ ആര്? മിസ്റ്റർ ഗണേഷ് ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു. മിസ്റ്റർ ഗണേഷ് ഇടം മന്ത്രി എന്ന് വിളിക്കണ്ട പോട്ട. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആക്രമിച്ചത് അതായത് ഒരു ജോസ് കൂരാപ്പള്ളി, ജാഫർ ഖാൻ, പിന്നെ അവിടെ നമ്മുടെ വെങ്ങല്ലൂർ അറിയാമല്ലോ, അവിടെ കുറെ ഗുണ്ടാസങ്ങൾ, ഇവന്മാര് കോൺഗ്രസ് ഒരു 6-7 പേര് കോൺഗ്രസ്സുകാരുണ്ട്. ബാക്കിയെല്ലാം ഈ കൊട്ടേഷൻ സംഘമാണ്. എന്ത് വൃത്തികേടും ചെയ്യും. അവന്മാർ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടില്ലേ? അവന്മാരുടെ കാരണന്മാരെ വിളിക്കാൻ കൊള്ളാമെന്ന് മുദ്രാവാക്യമല്ലേ അത്? PC ജോർജ് ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അതൊക്കെ അവന്റെ കാരണന്മാരെ ഉപയോഗിക്കേണ്ട വാക്കാ, എന്നെ ഉപയോഗിക്കേണ്ട വാക്കല്ല. അവരുടെ പാർട്ടി നേതാക്കന്മാരെ പലരെയും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വാക്കാ അത്. എന്നെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വാക്കല്ലത്.